എഴുതാനുള്ള ഒരു വാസന എൻ്റെ ബാല്യം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ചെടികളെയും പൂക്കളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ബാല്യ കൗമാരം എൻ്റെ ഭാവി ജീവിതത്തിലെ ഒരു എഴുത്തുകാരനാകാനുള്ള വലിയൊരു പ്രേരണയ്ക്ക് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായനയുടെ ഒരു വിസ്തൃതമായ ലോകമാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയതെന്ന് പറയാം. ധാരാളം വായിക്കുവാനും ധാരാളം ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും ഉതകുന്ന ഒരു അന്തരീക്ഷം എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. ധാരാളം പുസ്തകങ്ങളും അത് വായിച്ച് ചർച്ച ചെയ്യാനുള്ള ധാരാളം ചിന്തകരും അടങ്ങിയ ഒരു ഭവനമായിരുന്നു എൻ്റെത്. ചില എഴുത്തുകാരും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് വിസ്തൃതമായൊരു വായനയിലേക്കും തുടർന്ന് ചെറിയ ചെറിയ സാഹിത്യ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലേക്കും എന്നെ കൊണ്ടുവന്നു. കവിതയാണ് എൻ്റെ തട്ടകമെന്ന് എനിക്ക് പതുക്കെ ബോധ്യമായി. കവിതകൾ എഴുതുകയും അത് വായനശാലകളിലും പല കവിയരങ്ങുകളിലും ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ കവിതാവാസനയെ പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആനുകാലികളിൽ മുളവന മോഹൻദാസ് എന്ന പേരിൽ ഞാൻ കവിതകൾ എഴുതിക്കൊണ്ട് ധാരാളം സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടും പതുക്കെ ഞാൻ എൻ്റെ ദേശത്തിനും ചുറ്റുപാടുകൾക്കുമൊക്കെ ഇടയിൽ ഒരു കവി എന്ന നിലയിൽ പ്രസിദ്ധനാകാൻ തുടങ്ങി. അക്കാലങ്ങളിൽ വാരികകളിലും റേഡിയോ നിലയത്തിലുമൊക്കെ കവിതകൾ വരുന്നത് വലിയൊരാവേശമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെന്ന് കണ്ടിരുന്നത്. അന്ന് ടെലിവിഷനൊന്നും കേരളത്തിൽ വന്നിരുന്നില്ല. പിൽക്കാലങ്ങളിലാണ് ടെലിവിഷനും മറ്റു മാധ്യമങ്ങളും ഒക്കെ വരുന്നത്. അന്നത്തെ നിലകളിൽ റേഡിയോ നിലയത്തിലൊക്കെ കവിതകൾ ചൊല്ലുന്നത് ഒരു അഭിമാനകരമായ അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിലും അത്തരം ഒരു അനുഭവം ഉണ്ടാകുവാൻ എനിക്കിടയായി. വായന ഭാഗ്യവശാൽ വേൾഡ് ക്ലാസിക്കുകൾ, റഷ്യൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ, വിക്ടർ ഹ്യൂഗോയുടെയും ടോൾസ്റ്റോയുടെയും ദസ്തയേവ്സ്കിയുടെയും ചെക്കോവിൻ്റെയും ഗോർക്കിയുടെയും ഡിക്കൻസിൻ്റെയും ഒക്കെ നോവലുകൾ, തോമസ് ഹാർഡിയുടെ നോവലുകൾ, അതുപോലെ തന്നെ പുഷ്കിൻ്റെയും കേരളത്തിൽ പ്രസിദ്ധരായിരുന്ന ഒ.എൻ.വിയുടെയും വയലാറിൻ്റെയും തിരുനെല്ലൂരിൻ്റെ ഒക്കെ കവിതകളും എന്നെ ആവേശപ്പെടുത്തി. ഒരു കവിയായി വളരാനുള്ള വലിയൊരു പ്രേരണ എനിക്ക് ലഭിച്ചു. എൻ്റെ BSc പഠനശേഷം ഞാൻ തിരഞ്ഞെടുത്തത് MA മലയാളം കോഴ്സായിരുന്നു. മലയാളം ക്ലാസ്സിൽ ഞാൻ വിദ്യാർത്ഥിയായി ചേരുമ്പോൾ തന്നെ വിസ്തൃതമായ വായനയുടെ ഒരു ലോകം എൻ്റെ മുമ്പിൽ തുറന്നിരുന്നതുകൊണ്ട് ക്ലാസ്സിലെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി അധ്യാപകരുടെയും കൂട്ടുകാരുടെയൊക്കെ കൺമുമ്പിൽ വളരെ വായിക്കുന്ന അറിവുള്ള ഒരാളായി തീരുവാൻ എനിക്കിടയായി തീർന്നു. ക്രമേണ കൂടുതൽ പഠിക്കാനും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരുടെ രചനകൾ വായിക്കാനും ഇടയായപ്പോൾ വിസ്തൃതമായ ഒരു സാഹിത്യ പ്രപഞ്ചം എനിക്ക് മേൽ തുറന്നിടുകയായിരുന്നു.